السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اعملوا فسيرى الله عملكم ورسوله والمؤمنون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: حياتي خير لكم ومماتي خير لكم، تعرض علي أعمالكم، إذا وجدت خيرا حمدت الله وإذا وجدت غير ذلك استغفرت لكم أو كما قال صلى الله عليه وسلم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അല്ലാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അമ്പിയാക്കളുടെ, വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ ആയിരുന്നു. ജീവിതകാലത്ത് എന്ന പോലെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാനോ അവിടുത്തെ സദസ്സിൽ ഒരുമിച്ച് കൂടാനോ അവിടെ നിന്നുള്ള ഉപദേശങ്ങൾ നേരിട്ട് ദർശിക്കാനോ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം: കുൽ നബിയെ തങ്ങൾ പറയുക, യഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഫസയറല്ലാഹു അമലക്കും, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു തആല കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ഈ വചനത്തിന്റെ വ്യാഖ്യാനമായി ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം: ഖദ് വറദ, തീർച്ചയായും ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന അഅ്മാലൽ അഹ്യാഇ, തീർച്ചയായും ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങൾ, തുഅറളു അലൽ അംവാത്ത്, മരണപ്പെട്ടവർക്ക് കാണിക്കപ്പെടും. ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങൾ മരണപ്പെട്ടവർക്ക് കാണിക്കപ്പെടും. മിനൽ അഖാരിബി വൽ അശാഇരി, അടുത്ത ബന്ധുക്കൾ, കുടുംബങ്ങൾ, അവർക്കൊക്കെ കാണിക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് മുഅ്മിനുകളും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കാണും എന്ന് പറയുന്നത് എന്ന് ഹദീസ് വെച്ചുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ വാപ്പമാര്, ഉമ്മമാര്, വലിയുപ്പമാര്, വലിയുമ്മമാര് തുടങ്ങി എല്ലാവരും നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഫൈദാ വജദു ഖൈറൻ, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് അവർ എത്തിക്കുന്നത് എങ്കിൽ ഇസ്തബ്ശറൂ ബിഹി, അതിന്റെ പേരിൽ അവർ സന്തോഷിക്കും. മരണപ്പെട്ടുപോയ നമ്മുടെ പിതാവ്, അതുപോലെ മാതാവ് തുടങ്ങിയവരൊക്കെ അത് കണ്ട് സന്തോഷിക്കും. അല്ല വൈദാ വജത്തു ഗൈറ ദാലിക, അതല്ലാത്ത മറ്റു മോശമായ പ്രവർത്തനങ്ങളാണ് അവർ കാണുന്നതെങ്കിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും: പടച്ചവനെ, നല്ലത് ചെയ്യാൻ അവർക്ക് നീ തോന്നിപ്പിച്ചു കൊടുക്കണേ
എന്ന് ദുആ ചെയ്യുമെന്ന് ഈ ഹദീസിന്റെ ബാക്കിഭാഗമായി ഹാഫിള് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ എടുത്തു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ കാണും എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നോക്കിക്കാണുകയും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും സംസാരിച്ച് പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഖൈറായ ഒരു കാര്യമാണ്. വമമാത്തി ഖൈറുൻ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മരണം എങ്ങനെയാണ് ഖൈറാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം ഏറ്റവും വലിയ മുസീബത്തല്ലേ എന്ന് ഒരു സംശയം അവിടെ ജനിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള മറുപടിയാണ് ശേഷം പറയുന്നത്, തുഅറളു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും എനിക്ക് കാണിക്കപ്പെടും. ഫൈദാ വജത്തു ഖൈറൻ, ഞാൻ നല്ലതാണ് കണ്ടത് എങ്കിൽ, നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് കാണുന്നതെങ്കിൽ, ഹമിത്തുല്ലാഹ, അള്ളാഹുവിന് ഞാൻ സ്തുതി പറയും. എന്റെ സമുദായം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഞാൻ സന്തോഷിക്കുകയും അള്ളാഹുവിന് സ്തുതി പറയുകയും ചെയ്യും. അതേ സമയത്ത് വൈദാ വജത്തു സൂഅൻ, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ, ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്തിഗ്ഫാർ, ഉമ്മത്തിനു വേണ്ടിയുള്ള പാപമോചനത്തിനിരക്കൽ മരണം കൊണ്ടും അവസാനിക്കുന്നില്ല, മരണത്തിന് ശേഷവും അത് തുടരും എന്നാണ് ഈ ഹദീസ് വളരെ പ്രബലമായ ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയും പ്രബലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഹദീസാണ്. നബിയെ, തങ്ങളിലേക്ക് ചേർത്തപ്പെടുന്ന ആരോപണങ്ങൾ മറച്ചുവെക്കാനും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശം ജീവിതകാലത്ത് മാത്രമല്ല, മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്നും നിർവഹിക്കുന്നുണ്ട് എന്നാണ് വൈദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും എന്ന് പറഞ്ഞ ഈ പരാമർശം വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഹാബീലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ബർസഖിയായ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് മിനൻ നളരി ഫി അഅമാലി ഉമ്മത്തിഹി, തന്റെ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുകയും മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി പാപമോചനത്തിനിരക്കുകയും ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർസഖിയായ ലോകത്തുള്ള പ്രവർത്തനം എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനവർകൾ തുടർന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തിൽപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും. അതുപോലെ തന്നെ ഭൂമിയുടെ നാനാഭാഗങ്ങളിലും നല്ല സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. അതുപോലെ തന്നെ ബറക്കത്ത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖിയ ലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ന് വളരെ വിശദമായി ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി 500-ലധികം ഗ്രന്ഥങ്ങൾ വിവിധ വിഷയങ്ങളിൽ രചിച്ച മഹൽ വ്യക്തിത്വമാണ്, പണ്ഡിത പ്രതിഭയാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും അറിയുന്നില്ല എന്ന പുത്തനാശയക്കാരുടെ വാദം ഒരിക്കലും ശരിയല്ല, അത് പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കും എന്ന നിലക്കാണല്ലോ നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്നു. ഇത് ഓരോ വിശ്വാസിയും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ സലാം പറയുന്ന സമയത്ത് എന്ത് വിചാരത്തോടുകൂടെ പറയണം?
മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാത ഗ്രന്ഥമാണല്ലോ യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, വഅഹ്ളിർ, നീ മനസ്സിൽ കൊണ്ടുവരണം, ശഖ്സഹുൽ കരീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ ആ ശരീരം, ആ ശഖ്സ്, ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ട് വഖുൽ, നീ പറയണം, സലാമുൻ അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. എങ്ങനെ പറയണം? ഏത് ഉദ്ദേശത്തോടു കൂടെ പറയണം? നാം അങ്ങോട്ട് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പൂർണ്ണമായ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തിരിച്ചും സലാം പറയും എന്ന നിലക്ക് പറയണം. കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹ. നിങ്ങൾക്ക് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞതെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം അടക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ് പറഞ്ഞതെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നങ്ങോട്ട് തിരിച്ച് സലാം അടക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോൾ അതിനേക്കാൾ പൂർണ്ണമായ ഒരു സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തിരിച്ച് നൽകും എന്ന നിലക്ക് ആ നബിയുടെ ആ വ്യക്തിത്വത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയേണ്ടതെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യാ ഉലൂമുദ്ദീനിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു, ഇനി നമ്മൾ പറയുന്നത് കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന് തുടങ്ങിയ തെറ്റായ ഒരുപാട് ആശയങ്ങൾ പുത്തനാശയക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം വാസ്തവവിരുദ്ധമാണ്, പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായിരിക്കുന്ന ആളുകളെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്ത് ചെയ്യുന്നത് അവർ അറിയുകയും എത്ര കണ്ട് ആ മഹാന്മാരുടെ സ്ഥാനങ്ങൾ ഉണ്ടോ അത്ര കണ്ടാണ് ആ സിയാറത്തിന്റെ ഫലം ലഭിക്കുക എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഫസുവാറുഹും യഊദു അലൈഹിം മദദുൻ ഖറവിയ്യൻ. മഹാനായ ഇബ്നു ഹജർ ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന വിഖ്യാതകമായ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, ഫസുവാറുഹും, മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നവർ, യഊദു അലൈഹിം, അവർക്ക് ലഭിക്കും, മിൻഹും, അവരിൽ നിന്ന്, മദദുൻ ഉഖറവിയ്യൻ, ഉഖറവിയായ സഹായം അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ പല സഹായങ്ങളും അവർക്ക് ലഭിക്കും. ലാ യുൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെട്ട ഹതഭാഗ്യരല്ലാതെ ഇതൊന്നും നിഷേധിക്കുകയില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതോട് ചേർത്തി വായിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ മഹാന്മാരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും നബിയുടെ മദ്ഹ് ഗീതങ്ങൾ ഉരുവിടുകയും മൗലിദുകൾ പാരായണം ചെയ്യുകയും ഒക്കെ വേണം. അതെല്ലാം നമുക്ക് പരലോകത്ത് വിജയിക്കാനുള്ള മാനദണ്ഡങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, ഇന്ന ഔലാ ബി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ വരുമ്പോൾ ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകുന്നത് അക്സറുഹും അലയ്യ സ്വലാ, എനിക്കാരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അവരായിരിക്കും, അവരുമായിട്ടായിരിക്കും എനിക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു വ്യക്തി നമ്മെ വിളിക്കുകയും നമ്മോട് എപ്പോഴും വിവരങ്ങൾ അന്വേഷിക്കുകയും നമുക്ക് കത്തെഴുതുകയും അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് കാലം അത് തുടർന്നു, പക്ഷേ നമ്മൾ നേരിൽ കണ്ടിട്ടില്ല. പിന്നീട് ഒരിക്കൽ ആ വ്യക്തി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, ഞാനായിരുന്നു ആ കത്തയച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തുമായി കൂടുതൽ ബന്ധവും പരിചയവും ഉണ്ടാവുമല്ലോ. അതുപോലെ നാം ചെല്ലുന്ന സ്വലാത്തുകളൊക്കെ തുഴറളു അലയ്യ, എനിക്ക് കാണിക്കപ്പെടും.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വ്യക്തി ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന കൃത്യമായ കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശമുണ്ട്. നമ്മ കാണുന്നുണ്ട്, വ്യക്തികളെ പരിചയപ്പെടുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഈ ധാരണയോടെ വിശ്വാസമാണ് ശരി, ആ പ്രമാണബദ്ധമാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നാം ഏവരും പരിശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.